ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. പൊരിച്ച പത്തിരി എങ്ങനെയാണ് പൊരിച്ച പത്തിരി എന്ന് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. എന്നോട് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി, റവ, മൈദ ഇത് മൂന്നും ഒരേ അളവിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത് മൂന്നും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളത്തിൻ്റെ അളവ് നേരത്തെ നമ്മൾ പൊടികൾ എടുത്ത് വെച്ചില്ലേ, അതേ അളവ് തന്നെയാണ് പച്ചവെള്ളത്തിൻ്റെ അളവും. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച ആ പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരത്തക്ക വിധം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കൗണ്ടറിലേക്ക് മാറ്റുക. എന്നിട്ട് തേങ്ങ ചുരണ്ടിയത് പിന്നെ കരിഞ്ജീരകം ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് പൊറോട്ടയൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല ചൂടുണ്ടാവും. അതിന് എടുക്കുന്ന പച്ചവെള്ളത്തിൽ കൈ മുക്കിയാൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് റൂള് വെച്ചാൽ ഒന്ന് ഒരു ഫിനിഷിങ് കിട്ടും. അതിനുശേഷം എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു ഷേപ്പാക്കി മാറ്റാം. അങ്ങനെ ഓരോ തവണകളിലായിട്ട് അത് ചെയ്ത് കൊടുക്കുക. വീണ്ടും അത് തന്നെ കുഴച്ചെടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം. ഒരിക്കലും ചൂട് കുറയാൻ പാടില്ല. അത് ഇട്ടതിന് ശേഷം തീ കുറച്ച് കൊടുക്കുകയും വേണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളെടുത്ത പണിയൊക്കെ വെറുതെ ആയിപ്പോവും. അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഇത് എണ്ണയിൽ ഇങ്ങനെ കിടന്നിട്ട് വെന്ത് വരണം. ഈ ഒരു ചെറിയ ചൂടിൽ ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് 1-2 തവണ മറിച്ചിട്ട് കൊടുക്കും വേണം. അപ്പോൾ പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.